നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. പരിസ്ഥിതിക്ക് ഹാനികരമായ പ്ലാസ്റ്റിക് കലർന്ന വെറ്റ് പൈപ്പുകൾ ബ്രിട്ടൻ നിരോധിക്കും. ഇത്തരം വെറ്റ് പൈപ്പുകളുടെ നിർമ്മാണവും വിതരണവും ലോകത്ത് ആദ്യമായി നിരോധിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. പലപ്പോഴും ടോയ്ലറ്റുകളിൽ ഉപയോഗിക്കുന്ന പൈപ്പുകൾ മൈക്രോ പ്ലാസ്റ്റിക്കായി വിഘടിക്കുകയും ജലവിതരണത്തെ മലിനമാക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തിയിരുന്നു. ഇത് പരിസ്ഥിതിയെ നശിപ്പിക്കുകയും ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നതായി പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഇത് മറ്റ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കും. മനുഷ്യന്റെ ആരോഗ്യത്തിന് പോലും ഭീഷണിയാവുകയും ചെയ്യും. ഓരോ വർഷവും UK-യിൽ ഏകദേശം 11 ബില്യൺ വൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്തിടെ നടത്തിയ പഠനത്തിൽ ബ്രിട്ടനിലെ ബീച്ചുകളിൽ ഓരോ 100 മീറ്ററിലും ശരാശരി 20 വെറ്റ് വൈപ്പുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിരോധനം മുന്നിൽ കണ്ട് പല നിർമ്മാതാക്കളും പ്ലാസ്റ്റിക് രഹിത വെറ്റ് വൈപ്പുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. കേണൽ ഇൻ ചീഫ് എന്ന നിലയിൽ രാജ്ഞി ആദ്യമായി റെജിമെന്റിനെ കാണുന്നു. കഴിഞ്ഞ ജൂണിലാണ് കാമില രാജ്ഞി ദ റോയൽ ലാൻസേഴ്സിന്റെ കേണൽ ഇൻ ചീഫ് ആയത്. അന്തരിച്ച എലിസബത്ത് രാജ്ഞി അവസാനമായി വഹിച്ച റോളായിരുന്നു. നോർത്ത് യോർക്ക്ഷയറിലെ കാട്രിക് ഗാരിസണിലുള്ള ബാരക്കുകളിൽ സേവിക്കുന്ന റോയൽ ലാൻസർമാരെയും വെറ്ററന്മാരെയും കാമില കാണും. കൂടാതെ ലോർഡ് ലഫ്റ്റനന്റ് ജോ റോപ്പറും റെജിമെന്റിന്റെ കേണൽ റിച്ചാർഡ് ചാരിങ്ടണും രാജ്ഞിയെ അഭിവാദ്യം ചെയ്യും. റെജിമെന്റ് റോയൽ സല്യൂട്ട് നടത്തുകയും 152 പേരുടെ പരേഡിൽ രാജ്ഞി ലാൻസറുകളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. കൂടാതെ അന്തരിച്ച പിതാവിന്റെ സേവനത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യും. ലണ്ടൻ മിനി മാരത്തോണിൽ മെഡൽ കരസ്ഥമാക്കി മലയാളികൾ. വെസ്റ്റ് മിൻസ്റ്ററിൽ നടന്ന മിനി മാരത്തോണിൽ മലയാളി സഹോദരിമാർക്ക് നേട്ടം. ചാലക്കുടി സ്വദേശികളായ ആൻമേരി മൽപ്പാനും ക്രിസ്റ്റൽ മേരി മൽപ്പാനുമാണ് ലണ്ടൻ മിനി മാരത്തോണിൽ മെഡൽ സ്വന്തമാക്കിയത്. തുടർച്ചയായ 3-ാം വർഷമാണ് ഇവർ മാരത്തോണിൽ പങ്കെടുക്കുന്നത്. UK-യുടെ GMB ട്രേഡ് യൂണിയനെ അംഗീകരിക്കാൻ ആമസോൺ നിർബന്ധിതരായേക്കും. US ടെക്നോളജി റീറ്റെയിലർമാരായ ആമസോൺ ബ്രിട്ടനിലെ കവൻട്രി വെയർഹൌസിൽ GMB ട്രേഡ് യൂണിയനെ ഔപചാരികമായി അംഗീകരിക്കും. സൈറ്റിലെ ആമസോൺ തൊഴിലാളികൾ ഇപ്പോൾ യൂണിയൻ അംഗീകാരത്തിൽ വോട്ട് ചെയ്യുമെന്നും അംഗീകരിക്കപ്പെട്ടാൽ ശമ്പളം, സമയം, അവധി എന്നിവയുമായി ബന്ധപ്പെട്ട് ആമസോൺ ഒരു യൂണിയനുമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്ത് ബാർഗെയിൻ ചെയ്യുന്നത് ഇതാദ്യമായിരിക്കുമെന്നും GMB വെള്ളിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു. തൊഴിലാളികളുമായുള്ള പ്രശ്നങ്ങൾ യൂണിയനുകൾ വഴി പരിഹരിക്കുന്നതിന് പകരം നേരിട്ട് പരിഹരിക്കുന്നതിനാണ് കമ്പനിയുടെ മുൻഗണന. എന്നാൽ 2022-ൽ ന്യൂയോർക്ക് വെയർഹൌസുകളിൽ ഒന്നിലെ തൊഴിലാളികൾ ആദ്യമായി US-ൽ ഒരു ട്രേഡ് യൂണിയനെ അംഗീകരിക്കാൻ കമ്പനിയെ നിർബന്ധിച്ചു. കമ്പനി UK-യിൽ 75,000 പേർക്കാണ് ജോലി നൽകുന്നത്. വേനലവധിക്ക് ഭീഷണിയായി ജസ്റ്റോപ്പ് ഓയിൽ ഇക്കോ പ്രൊട്ടസ്റ്റേഴ്സ്. ജസ്റ്റോപ്പ് ഓയിൽ UK-യിലും യൂറോപ്പിലുടനീളവുമുള്ള വിമാനത്താവളങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. വാർത്താ റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരം പദ്ധതികൾ സുരക്ഷയെ അപകടപ്പെടുത്തുന്നതാണെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ജൂൺ പകുതി മുതലാണ് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലോസ് ആഞ്ചലസ് തീം പാർക്കിൽ ട്രാം അപകടത്തിൽ 15 പേർ ആശുപത്രിയിൽ. ശനിയാഴ്ച രാത്രി ലോസ് ആഞ്ചലസിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഹോളിവുഡിൽ ട്രാം അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റതായി അധികൃതരും കമ്പനിയും അറിയിച്ചു. കാലിഫോർണിയ ഹൈവേ പെട്രോൾ അന്വേഷണത്തിന് നേതൃത്വം നൽകുമെന്ന് അഗ്നിശമന സേന അറിയിച്ചു. ഡോക്ടർമാരുടെ നിർബന്ധിത പരിശീലനം വെട്ടിക്കുറയ്ക്കുന്നത് അവലോകനം ചെയ്യാൻ NHS ഇംഗ്ലണ്ട്. ഡോക്ടർമാരുടെ തൊഴിൽ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള NHS ഡ്രൈവിന്റെ ഭാഗമായി നിർബന്ധിത പരിശീലനം നടത്താൻ ഡോക്ടർമാർ ചെലവഴിക്കേണ്ട സമയം വെട്ടിക്കുറയ്ക്കുമെന്ന് ഗാർഡിയൻ വെളിപ്പെടുത്തുന്നു. ഓരോ വർഷവും 33 സെഷനുകൾ വരെ പരിശീലനം നടത്താനുള്ള ഡോക്ടർമാരുടെ ആവശ്യം കുറയ്ക്കുകയാണ് ഇത് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഡോക്ടർമാരുടെ യൂണിയനായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ NHS ഇംഗ്ലണ്ടിന്റെ പ്ലാനുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ അഭിപ്രായം പറയാൻ വിസമ്മതിച്ചു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്റ്റാമ്പ് ഡ്യൂട്ടിയും നാഷണൽ ഇൻഷുറൻസും വെട്ടിക്കുറച്ചേക്കും. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് സാമ്പത്തിക ഇടപെടൽ നടത്തുമെന്ന് നേരത്തെ ജെറമി ഹണ്ട് സൂചന നൽകിയിരുന്നു. വീട് വാങ്ങുമ്പോഴുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ പരിധി 2,50,000 പൗണ്ടിൽ നിന്ന് 3 ലക്ഷം പൗണ്ടിലേക്ക് ഉയർത്താൻ ട്രഷറി ഒരുങ്ങുന്നതായാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഓട്ടം സ്റ്റേറ്റ്മെന്റിൽ ഇക്കാര്യം ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. ഇതോടെ വീട് വാങ്ങുന്ന പകുതിയിലധികം പേർക്കും നികുതി ഒഴിവാകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.